പ്രതീക്ഷ നമുക്കില്ല മോളെ. ശ്രീകുട്ടി അവിടെ നമുക്ക് നഷ്ടമാവും. ഈശ്വര, എന്തൊരു ദുർവിധിയാണിത്. എന്റെ പെരുവണ്ണാപുരത്ത് അമ്മ, ലച്ചുവിന്റെ ഭാഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മ എല്ലാവരെ കൊണ്ട് പറയിച്ചിട്ട് ദൗർഭാഗ്യം മാത്രമാണോ എന്റെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുന്നത്? മോളെ, സഞ്ജുവിനെ വിളിച്ച് ബോട്ടിൽ കിട്ടിയില്ല എന്ന് ഞാൻ പറയാം. സഞ്ജുവിന്റെ ഫോൺ എൻഗേജ്ഡ് ആണല്ലോ. ദിനേശേട്ടാ ബോട്ടിൽ കിട്ടി. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. ഇതെവിടെ നമ്മളെ കിട്ടിയത്? ബാത്റൂമിൽ കിടന്നതാ. അയാൾ അങ്ങോട്ട് വലിച്ചെറിഞ്ഞതായിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ സഞ്ജുവിനെ വിളിച്ച് പറയാൻ പോണ. നമ്മൾ ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. അതുകൊണ്ട് ഇതിന്റെ ഫോട്ടോ എടുത്ത് സഞ്ജുവിന് അയക്കാം. പെട്ടെന്നാവട്ടെ. വിരലാലെ
ശത്രുത തോന്നുന്നവരെ ഇല്ലാതാക്കാൻ താന്ത്രിക ക്രിയ ചെയ്താണ് ആത്മഹത്യ ചെയ്യുന്നെങ്കിലോ? നീ എന്തൊക്കെയാ കുട്ടി ചോദിക്കുന്നത്? ഇതൊന്നും നീ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല. സഞ്ജുവിന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തായ ശർമാജി വക്കീലിനെ കാണാൻ ഞാൻ പോയിരുന്നു. എന്തിനാ മോളെ നീ ഇതിന്റെ പിന്നാലെ പോയത്? ഞാനല്ലാതെ പിന്നെ ആരാ മുത്തശ്ശ പോകേണ്ടത്? ഈ കുടുംബത്തെ ഗ്രസിച്ച പാപവും അത് തന്നെയാ. അതിനൊരു പരിഹാരവും കാണുന്നില്ല. എന്റെ പേരക്കുട്ടികൾ അതിനു പിന്നാലെ പോയി. എന്തെങ്കിലും സംഭവിച്ചു പോയാ എനിക്കത് താങ്ങാനാവില്ല. മംഗലശ്ശേരിയിൽ കാലുകുത്തുന്ന നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങളെ മാത്രം ബാക്കി വെച്ച് നിങ്ങളുടെ മക്കളെയും പേരക്കുട്ടികളെയും ഞാൻ ഒന്നൊന്നായി കൊന്നു തള്ളും. ആത്മാവ് വീട് വിട്ടു പോകുമ്പോൾ ആപത്തുകൾ വന്ന് ഭവിക്കാൻ സാധ്യത കാണുന്നു. മംഗലശ്ശേരിയിലെ ഇളം തലമുറയിൽപ്പെട്ടവർക്ക് നല്ല കരുതൽ വേണം. ജീവാപായം വരെ സംഭവിക്കാം. അമ്മോ, സഞ്ജുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പല തവണ ഞാൻ ട്രൈ ചെയ്തു. അയ്യോ, പിന്നെ എന്ത് ചെയ്യും ദിനേശേട്ടാ? ഫോട്ടോ എടുത്ത് അയച്ചെന്നാ ഞാൻ കരുതിയത്. ഞാൻ ബോട്ടിന്റെ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ പോവാം. ആ, വാ. പോവാം. അതാരാ നോക്കുമോളെ? ഡിയറോയ് പെരേര എന്നാ കാണുന്നേ. ഡിയോ? ഇനി ഡോക്ടർ വല്ലോ? മോള് കോൾ എടുക്ക്. ഹലോ മാഡം, നിങ്ങൾ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. നിങ്ങളാരാ? ഞാൻ ആരാന്നു? നിങ്ങളെ ചേച്ചിയല്ലേ വിളിച്ചത്? ഞാൻ ചേച്ചിയല്ല. സ്വാതി മാഡം അല്ലേ? പിന്നെ ആരാ സംസാരിക്കുന്നേ? ഞാൻ അനിയത്തിയാ. മാഡത്തിന്റെ കയ്യിൽ ഫോണൊന്ന് കൊടുക്ക്. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം സംസാരിക്കണം. ആരാ അമ്മു? ആരാന്നും പറയുന്നില്ല. അതെ, ചേച്ചി ഇപ്പൊ ഹോസ്പിറ്റലാ. നിങ്ങൾ കാര്യം പറയൂ. മാഡത്തിന് എന്ത് പറ്റി? ചേച്ചിക്ക് നല്ല സുഖമില്ലാതെ അഡ്മിറ്റ് ചെയ്തിരിക്കാ. എന്താ കുട്ടിയുടെ പേര്? അമ്മു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറയൂ. അമ്മു കുട്ടിയോട് റോയ് പെരാര വിളിച്ച കാര്യം പറയണം. എന്താ കാര്യം നിങ്ങൾ പറയൂ. അത് സ്വാതി മേഡത്തോട് പറയേണ്ടതാ. എന്റെ കോളിന് വേണ്ടി സ്വാതി മേഡം വെയിറ്റ് ചെയ്യാണെന്ന് മാത്രം അമ്മു അറിഞ്ഞാൽ മതി. തിരിച്ചെന്നെ വിളിക്കാൻ പറയണം. ഓക്കെ? കട്ട് ചെയ്തോ? ഹലോ, എന്താ മോളെ? അയാൾ എന്താ കാര്യം എന്നൊന്നും പറയുന്നില്ല. ചേച്ചി അയാൾ എന്തോ കാര്യം പറഞ്ഞു ഏൽപ്പിച്ചു. അയാളുടെ വിളിക്ക് വേണ്ടി ചേച്ചി കാത്തിരിക്കാത്രേ. എന്തായാലും അമ്മു സ്വാതിയുടെ ഫോണും കൂടെ എടുത്തോ. സ്ത്രീക്കുട്ടിക്ക് സുഖമായ കൊടുക്കാനല്ലോ. വാ, വേഗം ഹോസ്പിറ്റലിൽ എത്തണം. വാ. ആദ്യമായിട്ടാ ഒരു കേസിൽ വിജയം കണ്ടത്. അതിനിടയ്ക്ക് കസ്റ്റമർ ഹോസ്പിറ്റലും ആയി. ആകെ കിട്ടിയതാണെങ്കിൽ 25,000 രൂപ. അതിലിനി 1 രൂപ പോലും ബാക്കിയില്ല. എവിടെ കൂടെ ആണെങ്കിലും റോയ് പെരേര ബാക്കി തുക വാങ്ങിയിരിക്കും. എന്തായാലും 2 ദിവസം വെയിറ്റ് ചെയ്യാം. ഒന്ന് റിങ് ചെയ്യന്റെ ഫോണേ. അതെടി, ഞാൻ തന്നെ അത് ചെയ്തത്. ഒന്നല്ല 2 തവണ. എന്റെ ഈ ശ്രമത്തിൽ മംഗലശ്ശേരിയിലെ പേരക്കുട്ടി രക്ഷപ്പെടില്ല.
ആരും തിരിച്ചറിയാത്ത മംഗലശ്ശേരിയിലെ മരുമകൾ നീയാ. ലച്ചു എന്ന ലക്ഷ്മി. ഞാൻ ദക്ഷ. നീയും ദിനേശനും ദക്ഷയെ കണ്ടെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാണ്? നീ കേറി ഇറങ്ങി നടക്കുന്ന ഒരു പഴയ തറവാടുണ്ടല്ലോ, മാണിക്യമംഗലം. മാണിക്യമംഗലത്തെ ഗൗരി നന്ദനെ അഴിഞ്ഞാൻ. അവളുടെ കണ്ണുകളിൽ നിന്ന് വന്നത് തീ ജ്വാലയാ. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഇങ്ങനൊരു സ്ത്രീയെ ഞാൻ കാണുന്നത് ആദ്യമാ. മംഗലശ്ശേരിയെ മാത്രമല്ല, ഈ ലോകത്തെ ചുട്ടരിക്കാൻ പോകുന്ന തീ അവളുടെ കണ്ണുകളിലുണ്ട്. ഒരു മിന്നൽ പിണർ പോലെയാ അവൾ മംഗലശ്ശേരി വന്നിറങ്ങിയത്. ആ മാറ്റക്കല്യാണം നടന്നിരുന്നെങ്കിൽ മംഗലശ്ശേരിയിൽ അവരാരായിരിക്കുമെന്ന് ദിനേശേട്ടൻ ഓർത്തു നോക്കിയിട്ടുണ്ടോ? മംഗലശ്ശേരിയിലെ മരുമകള് എന്നുവെച്ച കുടുംബനാഥ, കാവേരി ചേച്ചിയുടെയും ദിനേശേട്ടന്റെ ഏട്ടത്തിയമ്മ. സത്യമാണല്ലോ, ശ്രീദേവി ഏട്ടത്തിയുടെ സ്ഥാനത്തിരിക്കേണ്ടവളാ. സഞ്ജുവിന്റെ അമ്മയുടെയും. അതൊന്നുമല്ല അവളുടെ പകയെന്ന് വ്യക്തമാക്കിയതില്ലേ? മാണിക്യമംഗലത്തെ ഗൗരി നന്ദന എന്ന പെണ്ണിന് ഇങ്ങനൊരു മാറ്റം എങ്ങനെ സംഭവിച്ചു? കാഴ്ചയിൽ കോടീശ്വരി പോലെയുണ്ട്. അതിന്റെ അഹങ്കാരത്തിൽ അവൾ സംസാരിച്ചത്. ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ദിനേശേട്ടാ. ഞാൻ അറിഞ്ഞത് ഗൗരിനന്ദൻ ആത്മഹത്യ ചെയ്തെന്നാ. പക്ഷെ അന്ന് റെയിൽവേ ട്രാക്കിൽ ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടത് മറ്റേതോ പെണ്ണിന്റെയാ. എല്ലാവരും അത് ഗൗരിനന്ദയാന്ന് വിശ്വസിച്ചു. നമ്മൾ അവരെ സംശയിക്കാതെ പോയതും അതുകൊണ്ടാ. ആ സമയത്താവും അവൾ അപ്രത്യക്ഷമായത്. അതാവും ആളുകൾ അങ്ങനെ സംശയിച്ചത്. ഗൗരിനന്ദയ്ക്ക് സംഭവിച്ചത് ചെറിയ നഷ്ടങ്ങളൊന്നുമല്ല. ഭൂമിയിൽ ഒറ്റയ്ക്കായി പോയ പെണ്ണ് ഇന്ന് ഈ നിലയിൽ എത്തണമെങ്കിൽ ഒരുപാട് ദുരനുഭവങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. അതിലൊരു സംശയമില്ല. കുടുംബത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെക്കാൾ വലിയ വേദന താണ്ടി തന്നെയാ ഗൗരി നന്ദന എന്ന സാധാരണ പെൺകുട്ടി ഇപ്പൊ ദക്ഷയിലെത്തിയത്. പക്ഷേ ഗൗതത്തെ പറ്റി അവർക്കറിയില്ല. എല്ലാം മനസ്സിലാക്കിയ അവർ അത് മാത്രം അറിയാതെ പോയോ? ഒന്ന് ഞാൻ പറയാൻ മോളെ, അവളെ തൊടാൻ പോയിട്ട് ഫേസ് ടു ഫേസ് നിൽക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മു ആരാണെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പെണ്ണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നത് അവളുടെ മാനമാണ്. ഈ പക കുടുംബ പോലും മാത്രമല്ല, അവളുടെ നഷ്ടം കൂടിയാ. മാനം നഷ്ടമായ പെണ്ണിന് ലജ്ജയും ഭയവും ഇല്ലാതാവും. പെണ്ണ് ഒരുമ്പിട്ടിറങ്ങുന്ന അപ്പോഴാണ്. അവളുടെ പകയ്ക്ക് മുന്നിൽ ആൺ പെൺ വ്യത്യാസം ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ശ്രീകുട്ടിയുടെ ജീവൻ എടുക്കാൻ തയ്യാറാവൂ? അവളൊരു സ്ത്രീയല്ലേ? ഒരുപക്ഷെ അവൾക്കും കാണില്ലേ ശ്രീകുട്ടിയെ പോലൊരു മകള്? വേദനിപ്പിച്ച് പക തീർക്കാൻ അവരുടെ ശ്രമം. അതിനവരാദ്യം തെരഞ്ഞെടുത്തത് ചേച്ചിയാ. നമ്മളോട് പറഞ്ഞതല്ലാതെ അതിന് ഒരു തെളിവില്ലല്ലോ മോളെ. ദക്ഷ എന്ന പേരുണ്ടല്ലോ, അത് റെക്കോർഡിക്കലി നിലവിലുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. പോലീസിനെ സമീപിച്ചാൽ അവളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അവൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ദക്ഷയെപ്പറ്റി ഒന്നും നമുക്ക് വീട്ടുകാരോട് ആരോടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ എന്ന് മനസ്സിലാക്കി അവൾ വന്നത്. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്നുള്ള അറിവ് വെച്ചാ ദക്ഷ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പുറത്തു വെച്ചുള്ള അവരുടെ സംസാരം ഞാൻ കേട്ടതാ. ദക്ഷ ആരാണെന്നുള്ള അറിവ് പോലെ തന്നെയാ മംഗലശ്ശേരിയെ തകർത്ത് കളയാൻ പോകുന്ന മറ്റൊരു അറിവാ അമ്മു സഞ്ജുവിന്റെ ഭാര്യയാണെന്നുള്ള വിവരം. നീയും ഞാനും ചില കാര്യങ്ങളിൽ ഒരുപോലെയാ. അർഹതപ്പെട്ടെടുത്ത് സ്ഥാനമില്ലാതെ പോയ രണ്ട് സ്ത്രീ ജന്മങ്ങൾ.
മംഗലശ്ശേരിക്കാരെ സംരക്ഷിക്കുന്നതിലുള്ള നിന്റെ തത്രപ്പാട് അറിഞ്ഞ നിമിഷം നീ ഒരു സെർവന്റ് അല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വല്യേച്ചി, കവിതേ, എന്റെ മോള് ഇന്ന് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനിരുന്നല്ലേ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ കാവേരി വിളിച്ചത്. ആ സമയം വല്യേച്ചി വീട്ടിലില്ലായിരുന്നോ? ഞാൻ ക്ഷേത്രത്തിൽ പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു. പ്രഭ താഴെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. അന്നേരം പ്രഭ പുറത്തു പോയിരുന്നു. ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞതാ. എല്ലാം ഏറ്റുപിടിച്ചവള് നിന്നിട്ട്. എന്നിട്ട് അവളെവിടെ പോയി? എപ്പോഴും ശ്രീകുട്ടിയുടെ റൂമിലുണ്ടാവുന്നല്ലേ? എനിക്കൊന്നും അറിയില്ല കവിത. അവളവിടെ ഉണ്ടായിരുന്നെന്നോ ഡോക്ടറിന് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോയെന്നോ ഒക്കെ പറയുന്നു. സത്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഡോക്ടർക്ക് എന്തിനാ ചൂടുവെള്ളം? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ ബോധപൂർവം ശ്രീകുട്ടിയുടെ അടുത്തുനിന്ന് മാറി നിന്നതുപോലുണ്ട്. അല്ല, അവളോട് വല്യേച്ചി ചോദിച്ചില്ലേ? ഇതൊക്കെ ചോദിക്കാൻ എവിടെയാ സമയം? എന്റെ ശ്രീകുട്ടി കണ്ണു തുറന്നൊന്ന് കേട്ടാ മതി എനിക്ക്. അവളുടെ അശ്രദ്ധ കൊണ്ട് തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ എന്ന് പറഞ്ഞ ഒരുത്തം വന്നാ വല്യേച്ചി വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടേ ശ്രീകുട്ടിയുടെ റൂമിലേക്ക് കയറ്റാനായിട്ട്? ഇനി അവള് ശ്രീകുട്ടിയുടെ റൂമിൽ നിർത്താൻ പാടില്ല. വല്യേച്ചി പറയുന്ന പോലെ അപശകുനം പിടിച്ച പെണ്ണ അവള്. എന്റെ മോളി അഗ്നിപരീക്ഷയും മറികടന്ന് വന്ന ഞാൻ ആദ്യം ചെയ്യുന്നത് അതായിരിക്കും. ഇനി ആരുടെ ഒരഭിപ്രായത്തിനും കാഞ്ചന ചെവി കൊടുക്കില്ലേ. ഇനി എന്റെ കുട്ടി ഒരു പരീക്ഷണത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല. അല്ല, അവളെവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വല്യേച്ചി ഓടിച്ചു വിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അവളുടെ അടുത്ത നാടകത്തിന് സമയമായി. അവസരത്തിനൊത്ത പോലെ നിൽക്കാൻ അവൾക്കറിയാം. കഴിഞ്ഞ തവണ വല്യേച്ചി ഓടിച്ചു വിട്ടപ്പോ അവള് പോയി കൈത്തണ്ട മുറിച്ചൊരു നാടകം കളിച്ചു. കൂട്ടുനിൽക്കാൻ ദിനേശനും ഉണ്ടല്ലോ. ദിനേശനും കാവേരിയും അന്ന് വീട് മുഴുവൻ തെരഞ്ഞിട്ടും കൈത്തണ്ടം മുറിച്ച് റൂമിൽ കിടക്കുന്നവളെ കാണാൻ കഴിഞ്ഞില്ല. സഞ്ജുവിനെ വിളിച്ചു വരുത്തി അവനെ കൊണ്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് എടുപ്പിച്ചു. അല്ല, ഇപ്പൊ ദിനേശനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വല്യേച്ചി നോക്കിക്കോ, അടുത്ത വാർത്ത ഉടനെ എത്തും. ദിനേശനാണല്ലോ ഇപ്പൊ അവളുടെ ഗോഡ്ഫാദർ. പാവ സഞ്ജു, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവളെയും ചുമന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട ഗതികേടും അവന് വന്നു. മോനെ, എന്താമ്മേ? കവിത ഓരോന്ന് പറയുന്നത് കേട്ടപ്പോ ഒരു സമാധാനമില്ല. അമ്മു ദിനേശന്റെ കൂടെ വീട്ടിലേക്ക് പോയിരിക്കുക. അവിടെ ഇവിടെ നിൽക്കാൻ കാഞ്ചനയോട്ട് സമ്മതിക്കുന്നുമില്ല. ആ മരുന്നിന്റെ ബോട്ടിൽ നോക്കാനാ അവിടെ ദിനേശ് ഏട്ടനെയും കൂട്ടി പോയത്.
അവിടെ അങ്ങനൊന്നും ഇല്ല. റൂം മുഴുവനും ഞാൻ ചൂലിനടിച്ചു വാരിയതാ. കാഞ്ചിനെ പേടിച്ചിട്ട് അവള് പോയത്. ദിനേശൻ അവൾക്ക് കൂട്ടിരിക്കാൻ പറ്റുമോ? അവളെ അവിടെ നിർത്തിയിട്ട് ദിനേശൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? മോനെ, മുമ്പത്തേതുപോലെ അവള് വല്ല കടുങ്കയും ചെയ്യുമെന്ന് പേടിക്കണ്ടേ? ഡോക്ടർ പറഞ്ഞതൊക്കെ അമ്മും കേട്ടതല്ലേ?